എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച് കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് കളർഫുള്ളായിട്ടുള്ള ഒരു സാലഡ് റെസിപ്പി കാണാം. ഇത് എഗ് സാലഡാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിന് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പുഴുങ്ങി സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതായത് വെള്ളയും മഞ്ഞയും. വെള്ള ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മഞ്ഞ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഞാനൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡറും അതേപോലെ തന്നെ 1/2 സ്പൂൺ ഒറിഗാനോ നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഒരു 1/2 സ്പൂൺ അളവിലുള്ള ലൈം ജ്യൂസാണ്. അതും കൂടെ ചേർത്തിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് കൊടുക്കാം. അതിന് ശേഷം അതൊന്നും നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാളയാണ് ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു ക്യാരറ്റാണ് ഇതുപോലെ നീളത്തിലരിഞ്ഞ് കട്ട് ചെയ്തത്. അത് ഞാനൊന്ന് ബോയിൽ ചെയ്തതാണ്. അതുപോലെ തന്നെ ക്യാപ്സിക്കം, അതും ഒരു 1/2 മുറി ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അതും ഞാൻ ബോയിൽ ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ബീൻസും ഞാൻ ബോയിൽ ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്തതിന് ശേഷം ഇനി നമ്മൾ മഞ്ഞ മിക്സാക്കി വെച്ചിരിക്കുന്നില്ലേ, ഇതിൻ്റെ മഞ്ഞ ഭാഗം മുട്ടയുടെ, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ അതായത് ആ മുട്ടയുടെ മഞ്ഞ ഭാഗം മുഴുവൻ ഈ വെജിറ്റബിളിലൊന്ന് നന്നായിട്ട് ആക്കിയെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർക്കണം. നമ്മൾ വെജിറ്റബിളിന് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് നമ്മൾക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയുടെ വെള്ള കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഞാനത് ഒരു 2 ഫോർക്ക് കയ്യിലെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നന്നായിട്ട്, അതായത് അതും മുട്ട അധികം ഉടഞ്ഞു പോകാത്ത വിധത്തിൽ വേണം ഇതുപോലെ മിക്സാക്കി കൊടുക്കേണ്ടത്. അങ്ങനെ നോക്കൂ, നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നിങ്ങളുടെ കൈവശം ഒലിവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻ്റ് അറിയിക്കണേ.